കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നായകനായ സിനിമയ്ക്ക് പ്രദർശന അനുമതിയില്ല. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിനാണ് സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ചത്. ബിനിൽ ലീല സാബു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ബിനിൽ, എന്തൊക്കെ കാരണങ്ങളാണ് സെൻസർ ബോർഡ് അറിയിക്കുന്നത്? ഇത് ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയ സിനിമയാണ്. അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അതിനാണ് ഇപ്പോൾ പ്രദർശനാനുമതി നിഷേധിച്ചിരിക്കുന്നത്. നേരത്തെ ഈ സെൻസർ കട്ട് പൂർത്തിയാക്കിയിരുന്നു. ആ സെൻസർ കട്ടിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. സെൻസർ ബോർഡ് പറയുന്നത് ഇതിൽ ജാനകി എന്ന പേര്, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് ഈ സിനിമയുടെ പേര്. അതിൽ ജാനകി എന്ന പേര് ഒഴിവാക്കണമെന്നാണ്, അല്ലെങ്കിൽ മാറ്റണമെന്നാണ് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടത്. പക്ഷേ നിർമ്മാതാക്കൾ അതിന് വഴങ്ങിയില്ല. അതിനുശേഷമാണ് ഇപ്പോൾ സിനിമയുടെ പ്രദർശനം അത് അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്. വരുന്ന 27-ാം തീയതിയാണ് വേൾഡ് വൈഡ് ലോകത്താകമാനം സിനിമ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നായകനായ സിനിമയാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സിനിമയ്ക്കാണ് ഇപ്പോൾ പ്രദർശനാനുമതി നിഷേധിച്ചിരിക്കുന്നത്. എന്തായാലും സംവിധായകൻ പ്രവീൺ നാരായണൻ നേരത്തെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് ഇതിന്റെ റിലീസ് ഉണ്ടാവില്ല, 27 റിലീസ് ഉണ്ടാവില്ല, ജാനകിക്ക് സെൻസർ ബോർഡ് പ്രദർശനം നിഷേധിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. എന്തായാലും നേരത്തെ ഇതിന്റെ സർട്ടിഫിക്കേഷൻ പൂർത്തിയാക്കിയപ്പോൾ, അതിൽ സെൻസറിങ് പൂർത്തിയാക്കിയപ്പോൾ അതിൽ കട്ടുകളൊന്നും ഒരു ഭാഗവും നീക്കിയിട്ടില്ല, നീക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല, അങ്ങനെ മാറ്റേണ്ടി വന്നിട്ടില്ല എന്നാണ് നമുക്ക് ഈ അണിയറപ്പുറത്തിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷെ അതിന്റെ പേരാണ് പ്രശ്നം. ആ പേരിൽ ജാനകി എന്ന പേര് ഒഴിവാക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ അത് നിർമ്മാതാക്കൾ തയ്യാറായില്ല. പിന്നീടാണ് സിനിമയ്ക്ക് സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ചത്. ബിനിൽ, നേരത്തെ സിനിമയുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങളിലൊക്കെ കേന്ദ്ര സർക്കാരിന്റെ ഒരു മുഖമായി നിൽക്കുന്ന ആളാണ് സുരേഷ് ഗോപി. ആ സുരേഷ് ഗോപി തന്നെയാണ് കേന്ദ്രമന്ത്രിയായി ഇരിക്കുമ്പോൾ ഇത്തരത്തിലൊരു വിലക്ക് വരുന്നത്. അത് ഏറ്റവും പ്രധാനമാണ് രുചീഷ്. കാരണം നേരത്തെ ലൂസിഫർ സിനിമയ്ക്ക് സെൻസർ കട്ടുകൾ പലയിടങ്ങളിലായി 28ഓളം ഇടങ്ങളിൽ സെൻസർ കട്ടുകളൊക്കെ വന്നത് നമ്മൾ കണ്ടതാണ്. ആ സമയത്ത് സുരേഷ് ഗോപിയുടെ പേര് പോലും അതിൽ നിന്ന് താങ്ക്സ് കാർഡിൽ നിന്ന്, നന്ദി അർപ്പിച്ച കാർഡിൽ നിന്ന് സുരേഷ് ഗോപിയുടെ പേര് ഒഴിവാക്കിയതടക്കം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം വലിയ ചർച്ചയായതുമാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ആ നടന് തന്നെ, പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ സിനിമയ്ക്ക് തന്നെ ഇത്തരത്തിൽ പ്രദർശനാനുമതി നിഷേധിച്ചത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എന്തായാലും നടന്റെ പ്രതികരണം, കേന്ദ്രമന്ത്രി പ്രതികരണമൊക്കെ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 27-ന് സിനിമ റിലീസ് ചെയ്യില്ല എന്നാണ് സംവിധായകൻ തന്നെ അറിയിച്ചിരിക്കുന്നത്. അനുമതി ലഭിച്ചിട്ടില്ല. പ്രദർശനത്തിനുള്ള അനുമതിയാണ് ലഭിക്കാത്തത്. ഇതിൽ സാങ്കേതികമായി ഇതിന്റെ സെൻസർ കട്ടിങ് പൂർത്തിയായാൽ അതിന്റെ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. അത് UA ആണ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇതിൽ പേരാണ് പ്രശ്നം. ആ പേരിലെ ജാനകി എന്ന പേര് ഒഴിവാക്കണം, അത് മാറ്റണം എന്നാണ് സെൻസർ ബോർഡ് ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും എല്ലാവരും ഉറ്റുനോക്കുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണമാണ്. അദ്ദേഹത്തിന് ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും. ബിജീഷ്, ശരി പിന്നിൽ, എന്തായാലും ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിനാണ് ഇപ്പോൾ സെൻസർ ബോർഡിന്റെ അനുമതി നിഷേധം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സുരേഷ് ഗോപി നായകനായ സിനിമയാണ്. കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം ഇനി പ്രതീക്ഷിക്കുകയാണ്. കാരണം അത്തരത്തിലൊരു ഇടപെടൽ, ഇനി സിനിമയുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ട് ഒരു ഇടപെടൽ ഒരാഴ്ച മാത്രം ശേഷിക്കുകയാണ്, റിലീസിന് ഒരാഴ്ച മാത്രം ശേഷിക്കുകയാണ് ഇത്തരത്തിൽ ഒരു തിരിച്ചടി സിനിമാ പ്രവർത്തകർക്കുണ്ടായിരിക്കുന്നത്. സംവിധായകനാണ് ഇക്കാര്യം അറിയിച്ചത്.